സിനിമാ രംഗത്തെ പല അപ്രിയ സത്യങ്ങളും വിളിച്ചു പറഞ്ഞ നടിയാണ് കോട്ടയം ശാന്ത. ആരെയും കൂസാത്ത വ്യക്തിത്വമായിരുന്നു കോട്ടയം ശാന്തയുടേത്. ഒരു കാലത്ത് സീമയും ലക്ഷ്മിയും ഒക്കെ സംസാരിച്ചിരുന്നത് കോട്ടയം ശാന്തയുടെ ശബ്ദത്തിലൂടെയായിരുന്നു. നല്ലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിരുന്നു കോട്ടയം ശാന്ത. ഭാഗ്യലക്ഷ്മിയൊക്കെ മുൻനിരയിൽ വരുന്നതിന് മുമ്പ് ഡബ്ബിങ്ങിൽ വിസ്മയം തീർത്തു കോട്ടയം ശാന്ത. അവർ ആത്മകഥ എഴുതിയപ്പോൾ അത് വലിയ വിവാദമായി മാറി. പല അപ്രിയ സത്യങ്ങളും അവർ വിളിച്ചു പറഞ്ഞു. സിനിമാ രംഗത്ത് താൻ അനുഭവിച്ച വൃത്തികേടുകൾ പച്ചയ്ക്ക് തന്നെ അവർ തുറന്നെഴുതി. അമ്മ സംഘടന ആത്മകഥ നിർത്തണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. പക്ഷേ ആ ആവശ്യം അവർ നിഷ്കരുണം തള്ളിക്കളഞ്ഞു. തനിക്ക് പറയാനുള്ളത് പറയും, ആരുടെ മുമ്പിലായാലും എന്നവർ ശക്തിയുക്തം ആത്മകഥയിലൂടെ തെളിയിച്ചു. കോട്ടയം ശാന്തയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് സിനിമാ രംഗത്തെ അഗ്രഗണ്യനായ പത്രപ്രവർത്തകൻ മധു വൈപ്പന സാർ സിനിമാ മംഗളം എഡിറ്ററായിരുന്ന കാലത്താണ്. ആരെയും കൂസാത്ത പ്രകൃതമുള്ള മധു വൈപ്പന സാറിനോട് സിനിമാ രംഗത്തെ പ്രമുഖർ ആത്മകഥ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. സാർ വഴങ്ങിയില്ല. സിനിമാ മംഗളത്തെ പ്രമുഖ നടീനടന്മാർ ഉപരോധിക്കുന്ന ഘട്ടം വരെ എത്തി കാര്യങ്ങൾ. സിനിമാ മംഗളത്തിന് വാർത്ത കൊടുക്കാതിരിക്കാൻ, സിനിമാ മംഗളം ലേഖകരെ ലൊക്കേഷനിൽ കയറ്റാതിരിക്കാൻ വരെ ശ്രമിച്ച കാലം. പക്ഷേ സിനിമാ മംഗളം 50,000 കോപ്പി അച്ചടിച്ചു കോട്ടയം ശാന്തയുടെ ആത്മകഥയിലൂടെ. ആ ആത്മകഥയിൽ തിക്കുറിശ്ശി സുകുമാരൻ നായരെ പറ്റി കോട്ടയം ശാന്ത പറയുന്നുണ്ട്. തിക്കുറിശ്ശിയുടെ ശൃംഗാരഹാസ്യം ശ്രദ്ധേയമാണ്. പലപ്പോഴും അതിൽ അശ്ലീലം കലർന്നിരിക്കും. അശ്ലീലത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ചിരിക്കും. തിക്കുറിശ്ശിയുടെ അശ്ലീലത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ചുള്ള സംഭാഷണങ്ങൾ തനിക്ക് അരോചകമായാണ് തോന്നിയതെന്ന് കോട്ടയം ശാന്ത സിനിമാ മംഗളത്തിൽ എഴുതി, തൻ്റെ ആത്മകഥയിൽ എഴുതി. ഉണ്ണിമേരി തരംഗമായ കാലം. 14 വയസ്സായ ഉണ്ണിമേരിയുടെ മാറിടങ്ങളും നിതംബവും ഒക്കെ ചർച്ചയായ കാലം. ഉണ്ണിമേരി ഹോർമോൺ കുത്തിവെപ്പ് എടുത്തു എന്നൊരു വാർത്ത അക്കാലത്ത് പരന്നിരുന്നു. അതുകൊണ്ടാണ് കൗമാരക്കാരിയായ ഉണ്ണിമേരിക്ക് തടിച്ച തുടകളും നിതംബവും മാറിടവും ഒക്കെ ഉണ്ടായത് എന്ന വാർത്ത പരന്നു. ഈ വാർത്ത തിക്കുറിശ്ശിയുടെ ചെവിയിലെത്തി. ഒരു സെറ്റിൽ വെച്ച് തിക്കുറിശ്ശിയോട് ഇക്കാര്യം ഒരാൾ പറഞ്ഞു. അപ്പോൾ തിക്കുറിശ്ശി പറഞ്ഞു അത്രേ, അവൾക്ക് ഹോർമോൺ ചികിത്സ എന്തിന്? എൻ്റെ മടിയിലിരുത്തി മാറിടങ്ങൾക്ക് കൈവളം കൊടുത്തിരുന്നെങ്കിൽ ഹോർമോൺ ചികിത്സയുടെ ആവശ്യം ഇല്ലായിരുന്നു. അവൾ തട്ടിച്ചങ്ങനെ ഉരുണ്ട് മിടുകിയായി മാറുമായിരുന്നു. ഇതായിരുന്നു തിക്കുറിശ്ശിയുടെ വാക്കുകൾ. ആ വാക്കുകൾ കേട്ടപ്പോൾ തനിക്ക് അമർഷമാണ് ഉണ്ടായതെന്ന് കോട്ടയം ശാന്ത എഴുതി. ആ വാക്കുകൾ തനിക്ക് അലോസരമുണ്ടാക്കി. തിക്കുറിശ്ശിയുടെ കൊച്ചുമകളുടെ പ്രായം മാത്രമേ ഉണ്ണിമേരിക്കുള്ളൂ. ആ ഉണ്ണിമേരിയെ പോലും കാമാസക്തമായ കണ്ണുകൾ കൊണ്ടാണ് തിക്കുറിശ്ശി സുകുമാരൻ നായർ കണ്ടതെന്ന് കോട്ടയം ശാന്ത എഴുതിയപ്പോൾ വായനക്കാർ നെറ്റിച്ചൊളിച്ചു, മൂക്കത്ത് വിരൽ വെച്ചു. സിനിമാക്കാർ അന്ന് തിക്കുറിശ്ശിയെ കാരണവരായി കരുതുന്ന കാലം. തിക്കുറിശ്ശിയെ പല വിധത്തിൽ വാഴ്ത്തുന്ന കാലം. ആ തിക്കുറിശ്ശിയുടെ ഇമേജാണ് കോട്ടയം ശാന്ത തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത്. തിക്കുറിശ്ശി ഇന്നില്ല, കോട്ടയം ശാന്ത ഇന്നില്ല. ഉണ്ണിമേരി ഇന്നുണ്ട്. ഉണ്ണിമേരി സിനിമാഭിനയമൊക്കെ നിർത്തി സിനിമയിൽ നിന്നും മാറി നിൽക്കുന്നു.
ഇനിയൊരു തിരിച്ചുവരവ് ഇല്ല എന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. കോട്ടയം ശാന്തയുടെ ആത്മകഥയിൽ പലരും കടന്നു വരുന്നുണ്ട്. അടൂർ ബാസിയുടെ കാമഭ്രാന്ത് കടന്നു വരുന്നുണ്ട്. പല നടന്മാരുടെയും ഉള്ളിലിരിപ്പ് കടന്നു വരുന്നുണ്ട്. പല നടന്മാരുടെയും വിക്രിയകൾ പച്ചയ്ക്ക് പറയുന്നുമുണ്ട്.